ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഹീറോ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യത്തെ 4 മത്സരങ്ങൾ കഴിയുമ്പോൾ തുടർച്ചയായുള്ള രണ്ടാമത്തെ സമനില ഒഡീഷ എഫ്സിക്കെതിരെ വഴങ്ങേണ്ടി വന്ന സമനില ഉൾപ്പെടെ നിലവിലിപ്പോൾ 5 പോയിന്റ്സ് ആയിട്ട് ടേബിളിന്റെ ഒരു ടോപ്പ് 6 തന്നെ ബ്ലാസ്റ്റേഴ്സ് ഉണ്ട്. പക്ഷേ ഇപ്പോഴും എവിടേക്കോ എന്തൊക്കെയോ പ്രശ്നങ്ങളുള്ള ഒരു ടീമിനെ പോലെയാണ് ബ്ലാസ്റ്റേഴ്സ് ബിഹേവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 മാച്ചുകളിൽ നിന്നായിട്ട് സമനില എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും കിട്ടേണ്ടിയിരുന്ന, ഒരു പക്ഷേ വിചാരിച്ചിരുന്നെങ്കിൽ 3 പോയിന്റ് കിട്ടേണ്ടിയിരുന്ന മാച്ചുകളാണ് സമനിലയിൽ ബ്ലാസ്റ്റേഴ്സിന് തൃപ്തിപ്പെടേണ്ടി വന്നിട്ടുള്ളത്. ഈ 2 മാച്ചുകൾ കൊണ്ട് തന്നെ ഓൾറെഡി 4 പോയിന്റ്സ് ആണ് ബ്ലാസ്റ്റേഴ്സ് നഷ്ടപ്പെടുത്തിയിട്ടുള്ളത്. ഈ നഷ്ടപ്പെടുത്തുന്ന പോയിന്റ്സ് ഒക്കെ അവസാന സമയങ്ങളിൽ വളരെയധികം ക്രൂഷ്യൽ ആവാനുള്ള ചാൻസസ് ഉണ്ട്. ഇങ്ങനെ വിജയിക്കാമായിരുന്ന അല്ലെങ്കിൽ ലീഡ് കിട്ടിയിട്ടുള്ള നമ്മൾ അഡ്വാൻറ്റേജ് കിട്ടുന്ന മാച്ചസ് പോയിന്റ്സ് നഷ്ടപ്പെടുത്തുന്നത് ഒട്ടും ഒരു നല്ല സൂചനയല്ല. നിലവിലിപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ശരിക്കുള്ള പ്രശ്നം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ 4 മാച്ചുകളിലും ബ്ലാസ്റ്റേഴ്സ് ഗോൾ അടിക്കുന്നുണ്ട്. ചില പ്ലേയേഴ്സ് മികച്ച പെർഫോമൻസിലേക്ക് വരുന്നുണ്ട്. ഇനി ടാക്ടിക്കലി ആണെങ്കിലും കോച്ചിന്റെ കാര്യത്തിലേക്ക് വരാണെങ്കിലും അത്ര മോശം പറയാൻ പറ്റാത്ത വിധത്തിൽ നിലവിൽ ഇതുവരെയുള്ള സാഹചര്യത്തിൽ അവർ പെർഫോം ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ ഈ വളരെ ഇംപ്രസീവായിട്ട് തോന്നിയ കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. പ്രത്യേകിച്ചും ചേഞ്ചസ്. കഴിഞ്ഞ കുറച്ചധികം മാച്ചസ് നമ്മൾ നോക്കുകയാണെങ്കിൽ തുടക്കം നന്നായില്ലെങ്കിലും അവസാനം നന്നാക്കിയിട്ട് ആ റിസൾട്ടിലേക്ക് വരുന്ന അല്ലെങ്കിൽ ആ പോയിന്റ്സ് നേടിയെടുക്കുന്ന രീതിയിലേക്ക് സ്റ്റാർ വരാറുണ്ടായിരുന്നു. അവിടെയൊക്കെ ടാക്ടിക്കലി അദ്ദേഹം വരുത്തുന്ന മാറ്റങ്ങൾ, പ്ലേയേഴ്സിനെ വരുത്തുന്ന മാറ്റങ്ങളായിരിക്കാം, ഗെയിം സ്റ്റൈലിൽ കൊണ്ടുവരുന്ന മാറ്റങ്ങളായിരിക്കാം. അങ്ങനെ ഒരു ഫ്ലെക്സിബിലിറ്റി അദ്ദേഹത്തിൻ്റെ ഗെയിം സ്റ്റൈലിൽ കാണുന്നുണ്ട്. അത് ഓപ്പണന്റിനെ സർപ്രൈസ് ചെയ്യുന്ന രീതിയിലും അതുവഴി നമുക്ക് പോയിന്റ്സ് കിട്ടുന്ന രീതിയിലേക്ക് മാറുന്നു എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞൊരു പോയിന്റാണ്. ഒരു ലിമിറ്റഡ് ടാക്ടിക്സിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരാളല്ല എന്നുള്ളതും, ഒരുപാട് നമ്പേഴ്സ് അതിന്റെ കയ്യിലുണ്ട്. അതിങ്ങനെ മാറി മാറി അദ്ദേഹം പരീക്ഷിക്കും എന്നുള്ളതും നമുക്ക് ഓൾറെഡി ഉറപ്പായുള്ള ഒരു കാര്യമാണ്. അങ്ങനെ തുടക്കം നന്നായില്ലെങ്കിലും നന്നായിട്ട് അവസാനിപ്പിക്കുന്ന രീതിയിൽ കുറച്ച് മാച്ചസ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞ മാച്ചിലേക്ക് വരാണെങ്കിൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഒഡീഷയ്ക്കെതിരായ 2 ഹാഫിലും നല്ല രീതിയിലാണ് ബ്ലാസ്റ്റേഴ്സ് തുടങ്ങിയത്. പക്ഷേ ആ ഹാഫിന്റെ അവസാനത്തേക്ക് വരുമ്പോൾ കുറച്ച് കളി കൈവിട്ട് പോകുന്ന രീതിയിൽ ആ ക്ലൈമാക്സ് മോശമാവുന്ന രീതിയിലാണ് കഴിഞ്ഞ മാച്ചിൽ ഉണ്ടായിരുന്നത്. അതിൽ തന്നെ കഴിഞ്ഞ മാച്ചിന്റെ തുടക്കത്തിലേക്ക് വരുമ്പോൾ, ഫസ്റ്റ് ഹാഫിലേക്ക് വരുമ്പോൾ ആദ്യത്തെ ഒരു 30 മിനിറ്റിനുള്ളിൽ തന്നെ സെർജിയോ ലൊബേരയുടെ ഒഡീഷ എഫ്സിക്കെതിരെ 2 ഗോളിന്റെ ലീഡിലേക്കും ഒരു നല്ല കംഫർട്ടബിൾ പോസ്റ്റിലേക്കും എത്താൻ ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചിരുന്നു. ആ ഗോളുകളിലേക്ക് വരുമ്പോൾ പോലും മുൻപുണ്ടായിരുന്ന ഒരു പരാതി എന്ന് പറയുന്നത് ബ്ലാസ്റ്റേഴ്സ് ചില പ്ലേയേഴ്സിന്റെ ഇൻഡിവിജ്വൽ ബ്രില്യൻസിനെ മാത്രം ആശ്രയിച്ച് കളിക്കുന്നു എന്നുള്ളതാണ്. അത് തീർച്ചയായിട്ടും വേണം. അത്തരത്തിലുള്ള പെർഫോമൻസ് ഒരു ടീമിനെ സംബന്ധിച്ച് വരേണ്ടത് അത്യാവശ്യമാണ്. പക്ഷേ കഴിഞ്ഞ മാച്ചിൽ ഈ 2 ഗോളുകളിലേക്ക് വരാണെങ്കിലും ഒരു ടീം എഫേർട്ട് അല്ലെങ്കിൽ ഒരു ടീം ഗോൾ എന്ന് പറയാൻ പറ്റുന്ന ഇൻഡിവിജ്വൽ ബ്രില്യൻസ് അവിടെ ഉണ്ട്. ചില പ്ലേയേഴ്സിന്റെ ക്വാളിറ്റി ഡിഫറൻസ് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ എന്നാലും ആസ് എ ടീം എന്ന രീതിയിൽ ടാക്ടിക്കലി നേടിയിട്ടുള്ള ഗോളുകൾ കൂടിയാണ്. ആദ്യത്തെ ഗോളിലേക്ക് വരുമ്പോൾ ഒരു കൗണ്ടർ അറ്റാക്ക്, നമ്മൾ ഓൾറെഡി മിക്കാൽ സറയുടെ ടാക്ടിക്സിൽ നമ്മൾ കാണാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിരുന്ന ഒരു സംഭവമാണ് കൗണ്ടർ അറ്റാക്ക്. അത് ഓൾറെഡി നോർത്ത് ഈസ്റ്റിനെതിരെ നമ്മൾ കണ്ടും കഴിഞ്ഞിരുന്നു. പക്ഷേ ഇവിടെ ഒരു കോമൺ ആയിട്ട് ഒരു സിമിലാരിറ്റി ഫീൽ ചെയ്തത് ഓവർലാപ്പിംഗ് സെന്റർ ബാക്ക് ആണ്. അതായത് ഒരു കൗണ്ടർ സിറ്റുവേഷൻ കിട്ടിക്കഴിഞ്ഞാൽ പന്ത് റിക്കവർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അപ്പുറത്തെ ഹാഫിൽ കൗണ്ട് ഉണ്ടാക്കുക അല്ലെങ്കിൽ അപ്പുറത്തെ ഹാഫിൽ മതിയായ പ്ലേയേഴ്സ് വരാന്നുള്ളത് ടാക്ടിക്കലി കൗണ്ടർ അറ്റാക്കിന് ഒരു അപ്പർ ഹാൻഡ് കിട്ടുന്ന ഒരു രീതിയിൽ വരാറുണ്ട്. ആ സംഭവം നമ്മളിവിടെ കാണുന്നുണ്ട്. അതിപ്പോൾ സെന്റർ ബാക്ക് ആണെങ്കിൽ പോലും കഴിഞ്ഞ മാച്ചിലെ ഗോളിലേക്ക് വരാണെങ്കിൽ അവിടെ പ്രീതം കോട്ടാൽ, സന്ദീപ് സിംഗ് റിക്കവർ ചെയ്ത ഒരു പന്ത് പ്രീതം കോട്ടാലാണ് പന്ത് ക്യാരി ചെയ്യുന്നത്. അതിനുശേഷം അദ്ദേഹം പിന്നീട് ഡിഫൻസീവ് പോസ്റ്റിലേക്ക് പോകുന്നില്ല, നേരെ ഓഫൻസിലേക്ക് പോയി അവിടെ ഒരു കൗണ്ട് കൊടുക്കാൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കൗണ്ടർ അറ്റാക്കിൽ ഓപ്പൺ ആൻഡ് ഹാഫിൽ പ്രസന്റ് ആവാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. അങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു പ്രസൻസ് മൂലം, ഒരു ലക്കി ടച്ച് അവിടെ ഉണ്ടെങ്കിലും അതിന്റെ ഒരു പ്രസൻസ് മൂലമാണ് ഹേസൂസിനെ പന്ത് കിട്ടുന്നതും പിന്നീട് നോവസദോ അത് കൺവേർട്ട് ചെയ്യുകയും ചെയ്യുന്നത്. ആദ്യത്തെ ഗോളിലേക്ക് വരുമ്പോൾ നോർത്ത് ഈസ്റ്റിനെതിരെ ഈ സെയിം സംഭവം നടക്കുമ്പോൾ മിലോസ് ഇതുപോലെ ഓവർലാപ്പ് ചെയ്ത് അഡ്വാൻസ് ചെയ്ത് പോകുന്നുണ്ട്. ഇവിടെ കൗണ്ടർ അറ്റാക്കിംഗ് സിറ്റുവേഷൻസിൽ ഓവർലാപ്പ് ചെയ്യുന്നത് സെന്റർ ബാക്ക് ആണെങ്കിലും അല്ലെങ്കിൽ എത്ര പുറകിൽ കളിക്കുന്ന പ്ലെയർ ആണെങ്കിലും ആ പ്ലെയർ ഒഫൻസിലേക്ക് എത്തുന്ന ആ ഒരു ടാക്ടിക്സ് അല്ലെങ്കിൽ അത് 2 മാച്ചുകളായിട്ട് ഗോൾ നേടിത്തരുന്ന രീതിയിലേക്ക് ബ്ലാസ്റ്റേഴ്സിന് വന്നിട്ടുണ്ട്. ആൻഡ് രണ്ടാമത്തെ ഗോളിലേക്ക് വരുമ്പോൾ അവിടെയും ഒരു പ്രോപ്പർ ബാക്കിൽ നിന്ന് തുടങ്ങി ബിൽഡപ്പിൽ നിന്ന് തുടങ്ങുന്ന ഒരു ബോളാണ്. അവിടെ സെൻറ്റർ ബാക്കിൽ നിന്ന് വിങ്ങിലേക്കുള്ള ലോങ് ബോൾ. ഇതും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ്. ഇത്തരത്തിലുള്ള ലോങ് ബോൾ ഫ്രണ്ട് 3 വെച്ച് കളിക്കുമ്പോൾ, പ്രത്യേകിച്ച് 4-3-3 അല്ലെങ്കിൽ ഫ്രണ്ട് 3 വെച്ച് കളിക്കുന്ന സിറ്റുവേഷൻസിൽ ലോങ് ബോളുകൾ, വിങ്ങിലേക്ക് വരുന്ന ലോങ് ബോളുകൾക്ക് വളരെയധികം സാധ്യത ഉണ്ടെന്നുള്ളത് ഇവിടെ ആ സാധ്യത ഉപയോഗപ്പെടുത്തി അവിടെയും നോവസദോയിലേക്ക് അവർ പന്തെത്തുന്നു. നോവസദോ കൃത്യമായ രീതിയിൽ ഇൻസൈഡിലേക്ക് കയറി ഹേസൂസിലേക്ക് പന്ത് കൊടുക്കുന്നു. ഹേസൂസ് നല്ല ക്വാളിറ്റി ഫിനിഷിങ്ങിലൂടെ രണ്ടാമത്തെ ഗോളും സ്വന്തമാക്കുന്നുണ്ട്. ഈ 2 ഗോളിലും ഹേസൂസിന്റെയും നോവയുടെയും ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെ എല്ലാം ആ ഗോളിലേക്ക് എത്തുന്നതിൽ ഈ പറഞ്ഞ ആസ് എ ടീം എന്ന രീതിയിൽ ടാക്ടിക്കലിയും ആ ടീമിന് സ്വാധീനം ചെലുത്താൻ പറ്റുന്നുണ്ട്. ഇവിടെ ടാക്ടിക്കലി നമുക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന അറ്റാക്കിംഗ് ഓപ്ഷൻസ് ആണെങ്കിലും പ്ലേയേഴ്സിന്റെ പെർഫോമൻസ് ആണെങ്കിലും അതിൽ പ്രത്യേകിച്ച് ഹേസൂസ്, നോവ ഇവരുടെ കോമ്പിനേഷൻ ഇവർ ഓൾറെഡി സെറ്റായ രീതിയിലാണ് കളിക്കുന്നത്. കഴിഞ്ഞ മാച്ചിലാണെങ്കിലും ഇവർ തമ്മിലുള്ള ഒരുപാട് പാസ് എക്സ്ചേഞ്ചസും ഇവർ മൂലം ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ത്രെഡ്സും നമ്മൾ കണ്ടിരുന്നു. ആൻഡ് കളിയുടെ അവസാനത്തിലേക്ക് വരുമ്പോഴും 2 പേർക്കും ഓരോ ഗോളും ഓരോ അസിസ്റ്റും വീതം കിട്ടിയിട്ടുമുണ്ട്. ഇവർ തമ്മിലുള്ള ടച്ച് അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ അത് അറ്റാക്കിംഗ് സൈഡിൽ ബ്ലാസ്റ്റേഴ്സിന് വളരെ വലിയ രീതിയിൽ ഹെൽപ്ഫുൾ ആവുന്ന ഒരു ഫാക്ടറാണ്. അങ്ങനെ ടാക്ടിക്കലിയും പ്ലേയേഴ്സിന്റെ പെർഫോമൻസ് ഒക്കെ നല്ല രീതിയിൽ ഒഫൻസീവ്ലി യൂട്ടിലൈസ് ചെയ്യുമ്പോഴും ഡിഫൻസീവ്ലി നമ്മൾ അൺനെസസറി ആയിട്ട് വഴങ്ങുന്ന ചില ഗോളുകൾ കഴിഞ്ഞ 4 മാച്ചുകൾ എടുത്ത് നോക്കുമ്പോൾ 6 ഗോൾ നമ്മൾ അടിച്ചിട്ടുണ്ടെങ്കിൽ അത്രയും തന്നെ ഗോൾ നമ്മൾ തിരിച്ച് വഴങ്ങിയിട്ടുമുണ്ട്. അതിൽ തന്നെ അനാവശ്യമായിട്ട് അൺനെസസറി ആയിട്ട് വരുത്തുന്ന ചില എറേഴ്സ് കഴിഞ്ഞ 2 മാച്ചിൽ ആ ഒരു
ക്രെഡിറ്റ് കൂടുതൽ പോകുന്നത് സച്ചിൻ സുരേഷിലേക്കാണ്. അതിന് ശരിക്കും എന്താ പറ്റിയെന്നുള്ളതൊരു പിടിയില്ല. ചില സിറ്റുവേഷൻസിൽ ഈസിലി ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ കുറച്ചുകൂടി സെൻസിബിളായിട്ട് കൈകാര്യം ചെയ്യേണ്ട സിറ്റുവേഷൻസ് അത് ഗോളിലേക്ക് മാറുന്നുണ്ട്. നോർത്ത് ഈസ്റ്റിനെതിരെയും കയ്യിലൊതുക്കാൻ പരാജയപ്പെട്ട ഒരു പന്താണ് ഗോൾ കയറുന്നത്. ഈ മാച്ചിലേക്ക് വരുമ്പോഴും കംപ്ലീറ്റ്ലി അതായത് കുറ്റം പറയാൻ പറ്റില്ല, പക്ഷെ എന്നാലും അദ്ദേഹത്തിൻ്റെ എറർ മൂലം അല്ലെങ്കിൽ അദ്ദേഹം കുറച്ചുകൂടി ഒന്ന് ക്വാളിറ്റി ലെവലിലേക്ക് വന്നിരുന്നെങ്കിൽ ഒഴിവാക്കാൻ പറ്റുമായിരുന്ന ഗോളുകൾ തന്നെയാണ് രണ്ടെണ്ണം. ഒരു പക്ഷേ ആ ഫസ്റ്റ് ഹാഫ് ആ 2 ഗോൾ ലീഡിൽ അവസാനിപ്പിക്കാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചിരുന്നെങ്കിൽ, ഈ എറർ ഇല്ലാതെ ആ ഫസ്റ്റ് ഹാഫ് ഇതേ രീതിയിൽ തന്നെ ഡോമിനേറ്റ് ചെയ്ത് അവസാനിപ്പിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ, ഒരു പക്ഷേ സെക്കൻഡ് ഹാഫിൽ ഓൾ ഔട്ടിലേക്ക് വരുന്ന ഒഡീഷ എഫ് സിക്കെതിരെ നമുക്ക് വീണ്ടും കൗണ്ടർ അറ്റാക്കിൽ ചാൻസസ് ഉണ്ടാക്കാനും ആ മാച്ച് സെക്കൻഡ് ഹാഫിൽ സീൽ ചെയ്യാനുള്ളൊരു ചാൻസ് കിട്ടിയാണ്. പക്ഷേ വീണ്ടും സെക്കൻഡ് ഹാഫിൽ ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു അവസരം അവർക്ക് ഉണ്ടാക്കി കൊടുത്തത് നമ്മൾ തന്നെയാണ്. നമ്മുടെ ടീമിൻ്റെ സ്വന്തം വരുത്തിയിട്ടുള്ള മിസ്റ്റേക്സ് തന്നെയാണ്. ബാക്ക് ലൈനിൽ കടന്നു വരുന്ന ഷോട്ടുകൾ ഗോൾ കീപ്പറെ സേവ് ചെയ്യുക എന്നുള്ളത് അത് അദ്ദേഹത്തിൻ്റെ കടമയാണ്. സോ അതിൽ പരാജയപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ആ അൺഡിസർവിംഗ് ആയിട്ടുള്ള കഴിഞ്ഞ 2 മാച്ചിൽ നിന്ന് വഴങ്ങിയുള്ള 3 ഗോളുകളും വന്നിട്ടുള്ളത്. ആൻഡ് നിലവിലെ ടീമിലെ വീക്ക് ലിങ്കുകളെ പറ്റി പറയുമ്പോൾ സച്ചി മാത്രമല്ല, ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തൊരു ഫാക്ടറാണ് ദാനിഷ് ഫാറൂഖ്, കൊയ്ഫ്, ലൂണ സിറ്റുവേഷനെ പറ്റി. ലൂണയ്ക്ക് ലൈനപ്പിലേക്ക് വരാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല. അതിൻ്റെ പരിക്ക് പൂർണ്ണമായിട്ടും ഭേദമാവാത്തതോ ഫിറ്റ് ആവാത്തതോ കൊണ്ടായിരിക്കാം 2 മാച്ചിലും സബ്ബായിട്ട് 10 മിനിറ്റ് 20 മിനിറ്റൊക്കെയാണ് കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ അടുത്ത മാച്ചിൽ ലൈനപ്പിലേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷേ ഇവിടെ ദാനിഷ് ഫാറൂഖ് ഈ 3 മാച്ചുകളായിട്ട് വരുത്തിയിട്ടുള്ള മിസ്റ്റേക്സ് അത് വിജയത്തെ തന്നെ ബാധിക്കുന്ന രീതിയിൽ ചില സിറ്റുവേഷൻസിൽ വരുന്നുണ്ടായിരുന്നു. ഒഫൻസീവ് തേർഡിൽ അതിന് കൺവേർഷനിൽ കിട്ടുന്ന ചാൻസസ് ആണെങ്കിലും ആ ഫ്രണ്ടിൽ കൊടുക്കേണ്ട പാസുകളുടെ രൂപത്തിലുള്ള കാര്യങ്ങളാണെങ്കിലും അവിടെ എല്ലാം ദാനിഷ് വളരെയധികം പിന്നിലേക്ക് പോയിട്ടുണ്ട്. ആൻഡ് ഇവിടെ ഈ പറഞ്ഞ പോലെ പ്രശ്നം നമുക്ക് ഓൾറെഡി അറിയാം. ദാനിഷ് ഫ്രണ്ടിൽ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നവും കൊയ്ഫിനെ ആരെ റീപ്ലേസ് ചെയ്യുന്നുള്ളൊരു പ്രശ്നമാണ്. സോ നമുക്ക് സംസാരിക്കേണ്ടത് സൊല്യൂഷൻസിനെ പറ്റിയാണ്. എന്തെല്ലാം ചേഞ്ചസ് അവിടെ കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളത്. അവിടെ മെയിനായിട്ട് ലൂണയെ ലൈനപ്പിലേക്ക് കൊണ്ടുവരിക, ലൂണെ ദാനിഷ് ഫാറൂഖിന് പകരം ഫ്രണ്ടിൽ പ്ലേസ് ചെയ്യുക എന്നുള്ള ഒരു ഓപ്ഷൻ ഉള്ളത്. സോ അവിടെ കൊയ്ഫിനെയും ദാനിഷ് ഫാറൂഖിനെയും ഒരുമിച്ച് പുറത്തിരുത്തണോ അല്ലെങ്കിൽ ദാനിഷിനെ ബാക്കിലേക്ക് വിട്ടിട്ട് കൊയ്ഫിനെ പുറത്തിരുത്തി ലൂണെ കൊണ്ടുവരണോ, ഇതുപോലുള്ള കുറച്ച് കൺഫ്യൂഷൻസ് സോർട്ട് ഔട്ട് ചെയ്യേണ്ടതുണ്ട് കോച്ചിന്. പക്ഷേ കഴിഞ്ഞ മാച്ചിൽ ദാനിഷ് ഫാറൂഖിന് പകരം അസർ വന്ന ആ ഒരു പൊസിഷൻ ഹാൻഡിൽ ചെയ്തിരുന്നു. അതിന്റെ വിദ്ധമുള്ള ഹാൻഡ്ലിംഗ് നമുക്കൊരു പ്രതീക്ഷ തരുന്നതാണ്. കൊയ്ഫിന് പകരം അസറിനെയും ദാനിഷ് ഫാറൂഖിന്റെ പൊസിഷനിൽ ലൂണെ കളിപ്പിക്കാനുള്ള ഒരു പ്രതീക്ഷ തരുന്നുണ്ട്. പക്ഷേ ഡിഫൻസീവ്ലി ഈ വിപിനും അസറും വരുമ്പോൾ ഹൈ ബോൾസ് അല്ലെങ്കിൽ അവിടെ വരുന്ന ഡിഫൻസീവ് ആക്ടുകളിൽ ടീമിനൊരു തിരിച്ചടി വരുമോ എന്നുള്ളതാണ് ഒരു സംശയം. അല്ലെങ്കിൽ പിന്നെ ഫ്രെഡി അവൈലബിൾ ആവുന്നത് വരെ വെയിറ്റ് ചെയ്തിട്ട് ഫ്രെഡിയെ ആ ഒരു ലൈനപ്പിലേക്ക് കൊണ്ടുവരണം. ആൻഡ് ഇവിടെ വരുന്ന അല്ലെങ്കിൽ ഉയർന്നു കേൾക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു ഓൾ ഇന്ത്യൻ ഡിഫൻസിലേക്ക് പോകാനുള്ള ഒരു സജഷനാണ്. അതായത് നിലവിൽ പ്രീതം കോട്ടാൽ ഇപ്പോൾ നന്നായിട്ട് കളിക്കുന്നുണ്ട്. സോ അവിടെ ഹോർമി പാമിനെ, മിലോസിന് പകരം ഹോർമിയെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കൊയ്ഫ് അതുപോലെ തന്നെ വിപിൻ, ലൂണ ഈ 3 പേരെയും നമുക്ക് മിഡിൽ കിട്ടും. സോ അതൊരു വലിയ പോസിബിലിറ്റി ആണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ 2 ഫോറിൻ പ്ലേയേഴ്സ് പുറത്തിരിക്കുമ്പോൾ ഒരു ഇന്ത്യൻ ഡിഫൻസിലേക്ക് കോച്ച് മാറുമോ എന്നുള്ളത് മാത്രമാണ് ഇവിടെ ഒരു ചോദ്യം. ശരിക്കും ഇതൊരു നല്ല പോസിബിലിറ്റി ആണ്. പ്രീതം കോട്ടാൽ ലീഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫോറിൻ പ്ലെയർ എടുക്കുന്ന ടൈപ്പ് ഓഫ് ഒരു ലീഡ് പ്രീതം കോട്ടാൽ നിലവിൽ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഹോർമിയുടെ നല്ല സപ്പോർട്ടും കൂടി കിട്ടിക്കഴിഞ്ഞാൽ ആ ഡിഫൻസീവ് ലൈനിലെ പ്രശ്നങ്ങൾ കുറയും ചെയ്യും. അതേസമയം ഈ പറഞ്ഞ പോലെ ലൂണ, കൊയ്ഫ് അതുപോലെ തന്നെ വിപിൻ മോഹൻ ഇവരെ മിഡിലും കളിപ്പിക്കാം. ഫ്രണ്ടിൽ ഈ പറഞ്ഞ പോലെ ഹേസൂസ്, നോവ, ലൂണ അവരുടെ ഒരു കോമ്പിനേഷനും കിട്ടും. സോ അതൊരു വലിയ പോസിബിലിറ്റി ആണ്. പക്ഷെ അത് കോച്ച് ട്രൈ ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ആൻഡ് ഈ വീക്ക്നെസ്സുകളെ പറ്റി പറയുമ്പോൾ കളി കണ്ടുകൊണ്ട് വന്നപ്പോൾ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, സെറ്റ് പീസ് ഡിഫെൻഡിങ് ഈ കഴിഞ്ഞ കുറച്ച് മാച്ചുകളായിട്ട് ബ്ലാസ്റ്റേഴ്സിന് വലിയ രീതിയിൽ പ്രശ്നമാവുന്നുണ്ട്. നോർത്ത് ഈസ്റ്റിനെതിരെ ഓൾമോസ്റ്റ് എല്ലാ കോർണേഴ്സും ഫ്രീ കിക്സും ടീം കണക്ട് ചെയ്യുന്ന രീതിയിൽ അവരുടെ പ്ലെയർ തന്നെ കണക്ട് ചെയ്ത് ഓൺ ടാർഗറ്റിലേക്കോ ഓഫ് ടാർഗറ്റിലേക്കോ പോകുന്ന രീതിയിൽ വരുന്നുണ്ടായിരുന്നു. ഈ മാച്ചിലേക്ക് വരുമ്പോഴും ഫസ്റ്റ് ഗോൾ നമുക്ക് പൂർണ്ണമായിട്ട് സച്ചിൻ്റെ ഒരു മിസ്റ്റേക്ക് അല്ല എന്ന് പറയാനുള്ള മെയിൻ റീസൺ ഇതാണ്. ഇവിടെ ഒഡീഷ എഫ് സി ഒരു സെറ്റ് പീസ് എടുക്കുമ്പോൾ ഒഡീഷ എഫ് സിയുടെ സെറ്റ് പീസസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള കുറച്ച് പ്ലേയേഴ്സ് ഉണ്ട്. ജാഹു, മുർത്താദ ഫോൾ തുടങ്ങിയ പ്ലേയേഴ്സ്. അവരെ ക്ലോസ് ആയിട്ട് മാർക്ക് ചെയ്യേണ്ട അല്ലെങ്കിൽ അവർക്കെതിരെ ഒരു പ്ലാൻ ഉണ്ടാവേണ്ട അല്ലെങ്കിൽ അവരുടെ സെറ്റ് പീസ് അറ്റ്ലീസ്റ്റ് പഠിച്ച് ആ ഗ്രൗണ്ടിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു. പക്ഷേ ഈ കോർണറിലേക്ക് വരുമ്പോൾ ആ ഒരു ശ്രദ്ധ അവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ജാഹുവിന് ഷോർട്ട് സെറ്റ് പീസ് എടുക്കാൻ അവിടെ ഒരു ഓപ്ഷൻ ഉള്ളപ്പോൾ റിട്ടേൺ പാസ് ജാഹുവിലേക്ക് വന്ന് ജാഹു തന്നെ അത് കൺവേർട്ട് ചെയ്യുന്നൊരു ബോൾ കഴിഞ്ഞ സീസണിൽ തന്നെ നമ്മൾ കണ്ട ബ്ലാസ്റ്റേഴ്സിനെതിരെ തന്നെ നമ്മൾ കണ്ടൊരു കാര്യമാണ്. അങ്ങനെ മുർത്താദ ഫോൾ കൺവേർട്ട് ചെയ്യുന്നൊരു ഗോൾ. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കെ ഈ പറഞ്ഞ പോലെ ജാഹുവിനെ അവിടെ ഫ്രീ ആയിട്ട് വിട്ടത് അതൊരു വലിയ മണ്ടത്തരം തന്നെയായിരുന്നു. ഗോൾ കീപ്പർ അത് സേവ് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിലും അവിടെ പ്രോപ്പറായിട്ടുള്ള ഒരു സ്റ്റഡി അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഒരു പ്ലാനിങ് ആ സെറ്റ് പീസ് ഡിഫെൻഡിങ്ങിൽ ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെയാണ് ഒട്ടുമിക്ക കോർണേഴ്സിലും ഫ്രീ കിക്സിലും ആ ടീമിൻ്റെ പ്ലാൻ എന്താണോ അത് നടപ്പിലാവുന്ന രീതിയിൽ ആ ഡിഫെൻഡിങ് മാറുന്നുണ്ടായിരുന്നു. സോ സെറ്റ് പീസ് ഡിഫെൻഡിങ് ബ്ലാസ്റ്റേഴ്സ് തീർച്ചയായിട്ടും പരിശോധിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട, ഇമ്പ്രൂവ് ചെയ്യേണ്ട ഒരു ഏരിയ ആയിട്ട് തോന്നുന്നുണ്ട്. സോ നിലവിലെ ബ്ലാസ്റ്റേഴ്സിന്റെ പ്രശ്നങ്ങൾ വളരെ സിമ്പിളാണ്. പക്ഷെ എന്ത് ചേഞ്ച് കൊണ്ടുവരും, അതിനെങ്ങനെ മറികടക്കും എന്നുള്ളതാണ് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വിഷയം. എന്തായാലും ലൂണ വരുന്നതോടുകൂടി കുറച്ചധികം പ്രശ്നങ്ങൾ മാറി കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷെ അത് എങ്ങനെ കോച്ച് അതിനെ ഹാൻഡിൽ ചെയ്യും, ഏത് തരത്തിലുള്ള ചേഞ്ച് ആയിരിക്കും കോച്ച് അപ്രോച്ച് ചെയ്യുക എന്നുള്ളത് ഒരുപക്ഷെ അടുത്ത മാച്ചിലൂടെ നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും. ലൂണ കുറച്ചുകൂടി ഫിറ്റ് ആയി കഴിയുമ്പോൾ 90 മിനിറ്റ്സ് കളിക്കാൻ പറ്റുമ്പോൾ എന്തായാലും ലൈനപ്പിലേക്ക് അദ്ദേഹത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് ചാൻസസ്. എന്തായാലും ഈ കഴിഞ്ഞ 4 മാച്ചുകളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പെർഫോമൻസിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. നമുക്ക് എന്തായാലും മറ്റൊരു കാണാം. ബൈ.